ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? 3 ഓറഞ്ചിൻ്റെയും 2 ആപ്പിളിൻ്റെയും വില 100 രൂപ. 6 ഓറഞ്ചിൻ്റെയും 2 ആപ്പിളിൻ്റെയും വില 130 രൂപ. ക്ലിയർ ആവുന്നുണ്ടോ? യെസ്. എങ്കിൽ ഒരു ഓറഞ്ചിൻ്റെ വില എത്രയാണ്? ഒരു ആപ്പിളിൻ്റെ വില എത്രയാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയാലോ? നിങ്ങൾക്ക് പരിചയമുണ്ടോ ഈ ചോദ്യം? ഉണ്ടല്ലേ. അതായത് 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിൽ, അതായത് 8ാം ക്ലാസ്സിലെ മാത്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനാണിത്. പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇവിടെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നമുക്കറിയാം, ഒരെണ്ണത്തിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കും, ഒരെണ്ണത്തിന് നമ്മൾ വൈ എന്ന് കൊടുക്കും. ഇവിടെ ഓറഞ്ചിനെ നമുക്ക് ഓറഞ്ച് എന്ന് എഴുതാം. ഓറഞ്ച്. ഓക്കെ. ഓറഞ്ചിനെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. പിന്നെ ആപ്പിളല്ലേ, നമുക്ക് ആപ്പിൾ എന്ന് എഴുതാം. ഓക്കെ. ആപ്പിളിനെ നമുക്ക് വൈ എന്ന് കൊടുക്കാം. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 ഓറഞ്ച് എക്സ് അല്ലേ, അപ്പം 3 എക്സ് എന്ന് എഴുതാമല്ലോ. 2 ആപ്പിള് വൈ അല്ലേ, 2 വൈ എന്ന് എഴുതല്ലോ. 2ൻ്റെയും കൂടെ വില അപ്പോൾ +2 എത്രയാണ്? 100 രൂപയാണ് എന്ന് തന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാമല്ലോ. ഓക്കെ. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? 6 എക്സ് അല്ലേ, പ്ലസ് 2 ആപ്പിൾ വൈ അല്ലേ, അപ്പോൾ 2 വൈ അല്ലേ. 2ൻ്റെയും കൂടെ വില കാണാൻ പ്ലസ് ചെയ്താൽ പോരെ. ഓക്കെ. ഇവിടെ 130 രൂപ എന്ന് തന്നിട്ടുണ്ടല്ലോ. ഇതിന് ഇക്വേഷൻ 2 എന്ന് കൊടുത്താലോ. ഓക്കെ. റെഡിയല്ലേ? ശരിയല്ലേ? ഇനി നമ്മളിവിടെ ചെയ്യുന്ന, നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഒന്നുകിൽ എക്സിനെ എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വൈയെ എലിമിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഒന്നെങ്കിൽ കൂട്ടും, ഇല്ലെങ്കിൽ കുറക്കും. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കാണാം, ഇവിടെ 2 വൈ ഉണ്ട്, ഇവിടെയും 2 വൈ ഉണ്ട്. അതായത് കുറച്ച് കഴിഞ്ഞാൽ 2 വൈ മൈനസ് 2 വൈ 0 ആകും. 2 ഒരേ സംഖ്യ ആയതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ 0 ആകും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കുറച്ചാലോ. അപ്പോൾ നമുക്ക് 1ൽ നിന്ന് 2 കുറക്കണോ, അതോ 2ൽ നിന്ന് 1 കുറക്കണോ? നമുക്ക് വേണമെങ്കിൽ ഇക്വേഷൻ 1ൽ നിന്ന് ഇക്വേഷൻ 2 കുറക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1 കുറക്കാം. ഇവിടെ വലിയ സംഖ്യ ഉള്ളത് ഇക്വേഷൻ 2-ലല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 2-ൽ നിന്നും ഇക്വേഷൻ 1 കുറക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, 2ൽ നിന്ന് 1 കുറക്കുന്നത്. ഇവിടെ 6xൽ നിന്നും 3x കുറച്ചാൽ നമുക്ക് 3x കിട്ടത്തില്ലേ, കാരണം ഇക്വേഷൻ 2-ൽ നിന്ന് 1 കുറക്കുന്നത്. അപ്പോൾ 6xൽ നിന്നും 3x കുറച്ചാൽ നമുക്ക് 3x കിട്ടും. 2 വൈയിൽ നിന്നും 2 വൈ കുറച്ചാൽ 0 അല്ലേ, 0 ഇട്ടു. 130ൽ നിന്ന് 100 കുറച്ചാൽ 30 അല്ലേ. ക്ലിയർ അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടി എന്താണ്? 3x + 0 എന്ന് പറയുന്നത് 3x തന്നെയല്ലേ, അത് നമുക്ക് 30 കിട്ടിയല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വില കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ തന്നിരിക്കുന്ന 30നെ നമുക്ക് ന്യൂമറേറ്ററായിട്ട് എഴുതാം. ഇത് എക്സിൻ്റെ കൂടെ കിടക്കുന്ന 3നെ നമുക്ക് ഡിനോമിനേറ്ററായിട്ട് എഴുതാം അല്ലേ. അതായത് 30/3 എന്ന് കിട്ടിയില്ലേ. നമുക്ക് എത്ര കിട്ടി? 10 എന്ന് കിട്ടി. എക്സ് ആരാണ്? എക്സ് ഓറഞ്ചാണ്. ഓറഞ്ചിൻ്റെ വില 10 റുപ്പീസ്. ക്ലിയർ ആയില്ലേ? നമുക്ക് വൈയുടെ വില കാണുവാനായിട്ട് നമ്മൾ ചെയ്യുക, ഒന്നെങ്കിൽ കിട്ടിയിരിക്കുന്ന എക്സിൻ്റെ വില ഇക്വേഷൻ 1-ൽ ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ഇക്വേഷൻ 2-ൽ ഇട്ട് കൊടുക്കും. ഇവിടെ ചെറിയ സംഖ്യകൾ ഇക്വേഷൻ 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 1-ലേക്ക് അത് ഇട്ട് കൊടുക്കാം. നമുക്ക് 1 ഒന്നുകൂടെ എടുത്തെഴുതിയാലോ. 1 എന്ന് പറയുന്നത് 3x + 2y = 100 അല്ലേ. ക്ലിയർ? ഇവിടെ 3 എഴുതാം. 3x എന്ന് പറഞ്ഞാൽ 3 × x അല്ലേ, അപ്പോൾ 3 × എക്സിൻ്റെ വില 10 കിട്ടിയിട്ടുണ്ടല്ലോ, എഴുതാം. പ്ലസ് 2y അങ്ങനെ തന്നെ എഴുതാം, = 100. ഓക്കെ. ഇനി നോക്കുക, 3 × 10 എന്ന് പറയുന്നത് 30 ആണ്. 30 + 2y = 100 എന്ന് കിട്ടി. നമുക്ക് വൈയുടെ വില കാണുവാനായിട്ട് 2y ഒരുമിച്ചെടുക്കാം. 2y എന്നെഴുതാം. 2y കാണുവാനായിട്ട് 100ൽ നിന്നും അല്ലേ, ഈ 30നെ സമത്തിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് ആകത്തില്ലേ, 30 ആകും. നമുക്ക് 70 എന്ന് കിട്ടും. അതായത് 2y എന്ന് പറയുന്നത് 70 ആണ്. എങ്കിൽ y എന്ന് പറയുന്നത് എന്താണ്? 70യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ശരിയല്ലേ? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 35 കിട്ടും. റുപ്പീസ് 35.
ഇതാണ് എന്തിൻ്റെ വില? നമ്മുടെ ആപ്പിളിൻ്റെ വില. ഓക്കേ.